ഈശ്വരൻ എന്ന് ഞാൻ തിരിച്ചറിയുന്നു. എൻ്റെ കുടുംബത്തിൻ്റെ സ്പന്ദനങ്ങളെ ഞാൻ തിരിച്ചറിയുന്നു. കാലഘട്ടം അന്നും ഇന്നും എന്നും അനിവാര്യമായി ആവശ്യപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ഈ തിരിച്ചറിവിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ഞാൻ എൻ്റെ പ്രിയ വിദ്യാർത്ഥി മനസ്സുകളെ സ്വാഗതം ചെയ്തു. സ്നേഹിതരെ, ലോകജനതയുടെ വലിയ ദുഃഖമാണ് വിശപ്പ്. വിശപ്പ് ശരിക്കറിഞ്ഞവൻ ദരിദ്രനും അതറിയാത്തവൻ ധനികനും. അതുകൊണ്ട് ധനികന്റെ ഭക്ഷണാവശിഷ്ടങ്ങൾ എച്ചിൽ കൂനകളിൽ നിറയുന്നു. എച്ചിൽ കഴിച്ചും വയറു നിറയ്ക്കാൻ പാടുപെടുന്ന മനുഷ്യർ ഈ ലോകത്തുണ്ട്. അവർക്ക് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ, ജീവൻ നിലനിർത്തുക. തീന്മേശകളെ സ്വപ്നങ്ങളിൽ പോലും കാണാത്ത ആ മാധ്യമങ്ങളെ പത്രമാധ്യമങ്ങളോ മറ്റു മീഡിയകളോ കണ്ടെന്ന് വരില്ല. എന്നാൽ ഈ ദയനീയത പുറം ലോകത്തെ അറിയിക്കാൻ ശ്രമിച്ച ഒരു ഫോട്ടോ ജേർണലിസ്റ്റിന്റെ കഥാപ്രസംഗ രൂപത്തിൽ ഞാനിവിടെ അവതരിപ്പിച്ചു. വിശപ്പ് അഥവാ കഴുകനും കുഞ്ഞും. ശവം തിന്നി കഴുകന്റെ രൂക്ഷഭാവം പശു തീർക്കുവാനുള്ള ആർത്തദാഹം, ചത്തു ചരിയുന്ന കുഞ്ഞുദേഹം കൊത്തി വലിക്കുവാൻ കണ്ണും നട്ട്. ഈ കഥ നടക്കുന്നത് ദക്ഷിണാഫ്രിക്കയിൽ ഇരുണ്ട ഭൂഖണ്ഡമെന്ന് പരക്കെ അറിയപ്പെടുന്ന ഒരു പട്ടിണി രാജ്യം. ഏറിയ ഭാഗവും മനുഷ്യർ വെറും അസ്ഥികുടങ്ങളാണ്. ശരീരത്തിൽ ജീവന്റെ ചെറിയ തുടുപ്പുണ്ടെന്നേ. സുഡാൻ, എത്യോപ്യ, അയോ എന്നിവിടങ്ങളിലെ മനുഷ്യരുടെ സ്ഥിതിയാണ്. പ്രിയരെ, 30 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു മാർച്ച് മാസം, അതെ 1993, ഐക്യരാഷ്ട്രയുടെ ഒരു സന്ദേശം ജോഹന്നാസ്ബർഗിലെ ഒരു ക്ലബിലെ പത്രപ്രവർത്തകരുടെയും ഫോട്ടോ ജേർണലിസ്റ്റുകളുടെയും ഒരു ക്ലബായിരുന്നു. സന്ദേശം മറ്റൊന്നുമല്ല, പട്ടിണിയിൽ പൊലിയുന്ന അയോധ്യയിലേക്ക് ഐക്യരാഷ്ട്രസഭ ഭക്ഷണം വിതരണം ചെയ്യുന്നു. അതിൻ്റെ ഫോട്ടോയും വാർത്തയും പകർത്തുന്നതിനായി കുറച്ചു പേർക്ക് ക്ഷണം. ആ ക്ഷണം സ്വീകരിച്ച് ക്ലബ് ചുമതലപ്പെടുത്തിയ വ്യക്തിയാണ് കെവിൻ കാർട്ടർ, അതിപ്രശസ്തനായ ഒരു ഫോട്ടോഗ്രാഫർ. അനുപമ സുന്ദരനാണു കെവിൻ, ആരാധകരും ധനവതിയായി. അനുപമ സുന്ദരനാണു കെവിൻ, ആരാധകരും ധനവതിയായി. അപൂർവ സുന്ദര ചിത്രമൊരുക്കും അത്യാകർഷക ദൃശ്യങ്ങൾ. അപൂർവ സുന്ദര ചിത്രമൊരുക്കും അത്യാകർഷക ദൃശ്യങ്ങൾ. അത്യാകർഷക ദൃശ്യങ്ങൾ. ഒരു വെള്ളക്കാരന് നീഗ്രോ യുവതിയിൽ ഉണ്ടായ മകനാണ് കെവിൻ കാർട്ടർ. ഒരു സങ്കര സന്തതി. എന്നാൽ രൂപഭാവങ്ങൾ കറുത്തവരുടേതല്ല, നീഗ്രോ പ്രകൃതമേ അല്ല. നമുക്കറിയാമല്ലോ അവരുടെ രൂപഭാവങ്ങൾ. കറുത്ത നിറം, തടിച്ച മൂക്ക്, മലർന്ന ചുണ്ട്, കുറുകിയ തലമുടി. എന്നാൽ കെവിൻ അങ്ങനെയല്ലായിരുന്നു. തനി വെളുമ്പൻ, 33 വയസ്സ് പ്രായം. ഫോട്ടോ ജേർണലിസം പാസ്സായ ഇദ്ദേഹം മീഡിയകളുടെ ഇഷ്ടതാരമാണ്. ഭക്ഷ്യസാധനങ്ങളുമായി അവർ വിമാനത്തിൽ യാത്രയായി. തോളിൽ തൂങ്ങുന്ന തൻ്റെ നിക്കോൺ ക്യാമറ. ആ വിമാനം പറന്ന് താഴ്ന്ന് അയോധ്യയിൽ ലാൻഡ് ചെയ്തു. ആ ലൈറ്റ് ഹെലിക്രാഫ്റ്റ് കണ്ട മാത്രയിൽ വിശപ്പിന്റെ കൂടുകൾ ഓടി അടുക്കുകയാണ്. അസ്ഥിക്കൂടുകളോടെ കൂടി ശേഷി നശിച്ച മനുഷ്യ ആഹാരത്തിന് കൈകൾ നീട്ടി ജീവൻ നിലനിർത്താനായി. ഭക്ഷണ പൊതികൾ വിതരണം ചെയ്യുന്നതിന് മുൻപ് UN അധികാരിയുടെ ഒരു അറിയിപ്പുണ്ടായി. അറ്റൻഷൻ പ്ലീസ്, നിങ്ങളെല്ലാവരും ഒരു കാര്യം ശ്രദ്ധിക്കുക. മരണത്തോടടുക്കുന്ന ഇവിടുത്തെ മനുഷ്യർ പലവിധ രോഗങ്ങൾ
എന്ന് പറഞ്ഞാൽ അവർ രോഗവാഹികരാണ്. അതുകൊണ്ട് തന്നെ ആരുമായി ഇടപെടണം. ഇവിടെ 30 മിനിറ്റ് സമയം മാത്രമാണ് അനുവദിച്ചിരിക്കുന്നത്. ഫോട്ടോ എടുക്കാൻ ചുമതലപ്പെട്ടവർ വിമാനത്തിൽ നിന്ന് താഴെയാണ്. ചിലർ മറ്റു ഫോട്ടോ എടുക്കുന്ന തിരക്കിലായിരുന്നു. കെവിൻ തൻ്റെ ക്യാമറ റെഡിയാക്കി ചുറ്റുമൊന്ന് നോക്കി. ഒരു നിമിഷത്തേക്ക് അയാൾ ഞെടുങ്ങി നിന്നു. അതാ അങ്ങകലെ പുല്ലിലായ ഒരു കഴുകൻ തൻ്റെ നീളമുള്ള കൊക്കുകൾ പിളർത്തി ചിറകുകൾ വിരിച്ച് കണ്ണുകൾ തുറപ്പിച്ച് ഒരു ശവം കൊത്തി തിന്നാനുള്ള ഒരുക്കമാണ്. ഒരു കുഞ്ഞിൻ്റെ ശവം. കെവിൻ മുമ്പിലോട്ട് ചെന്ന് ക്യാമറ സൂം ചെയ്തു. ദൈവമേ, ആ കഴുകനരികിലുള്ളത് ഒരു ശവമല്ല, പട്ടിണി കൊണ്ട് ഏത് നേരവും പ്രാണൻ പോകാവുന്ന ഒരു മനുഷ്യ കുഞ്ഞാണ്. നഗ്നയായ ഒരു പെൺകുഞ്ഞ് അസ്ഥികൾ എണ്ണിപ്പറക്കാവുന്ന വിധത്തിൽ പുല്ലിൽ മുഖം പൂത്തി കിടക്കുന്നു. അവസാന ശ്വാസത്തിനായുള്ള